ഹായ് ഡിയേഴ്സ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ കണ്ടാലോ. 8 മണിക്കൂർ കുതിർത്ത ചെറുപയർ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് വേവിക്കാൻ വെച്ചു. പയർ വെന്ത ശേഷം ചെറുതായി അരിഞ്ഞ ബീട്രൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൂടെ തന്നെ 5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ചെറിയ തീയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം വെന്ത് വന്നപ്പോൾ നാളികേരവും കൂടി ആഡ് ചെയ്തു. ഈ രീതിയിൽ ബീട്രൂട്ട് തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ബീട്രൂട്ട് തനിയെ തോരൻ വെച്ചാൽ ഇത്ര ടേസ്റ്റായിട്ട് കിട്ടത്തില്ല. ഈ ചെറുപയറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ആവശ്യത്തിന് കടുകും, സവാള ചെറുതായി അരിഞ്ഞതും, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തു. ഇനി തയ്യാറാക്കിയ ബീട്രൂട്ട് തോരനിലേക്ക് ഇത് ഒഴിക്കുകയാണ്. ഇതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതുവരെ കഴിക്കാത്തവർ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അപ്പോഴറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന്. ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർ ഇത് കഴിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്ര മാത്രം. നെക്സ്റ്റ് റെസിപ്പിയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.